So the experiment is like that way. മനസ്സിലായില്ല എക്സ്പെരിമെന്റ് എന്താ പറഞ്ഞതെന്ന് ഞാൻ അതായത് നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ചെയ്ത് ആതിരിക്കറിയാം ബാക്കി കുറച്ചുപേര് ചെയ്തതാണെന്ന് പറയുന്നു ബക്കറ്റിൽ വെള്ളം എടുക്കുക ഒരു ഗ്ലാസ്സിൽ കുറച്ച് പേപ്പർ തിരുക്കി വെച്ചിട്ട് അത് ചരിക്കാതെ എന്ത് ചെയ്യണം നേരെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുക സോ വി ക്യാൻ സീ ദാറ്റ് ദ പേപ്പർ ഇസ് നോട്ട് വെറ്റ് ബിക്കോസ് സിൻസ് എയർ ഇസ് ദെയർ ഇൻ ദ ഗ്ലാസ് വാട്ടർ കുഡ് നോട്ട് എൻ്റർ ഇൻ ടു ദ ഗ്ലാസ് ദാറ്റ് മീൻസ് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം സ്ഥിതി ചെയ്യാൻ പറ്റൂല മീൻസ് ടു മെറ്റീരിയൽസ് കനോട്ട് ഓക്യുപ്പൈ ഇൻ വൺ പ്ലേസ് ഇറ്റ്സെൽഫ് രണ്ട് മെറ്റീരിയൽസിനെ ഒരു സ്ഥലത്ത് തന്നെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല സിൻസ് എയർ വാസ് ദെയർ അനദർ മെറ്റീരിയൽ വാട്ടർ കുഡ് നോട്ട് എൻ്റർ ഇൻ ഇറ്റ് ബട്ട് ഇഫ് ഇറ്റ് ജസ്റ്റ് ബെൻഡ് ദാറ്റ് ഓർ ഇഫ് ദർ ഇസ് എ ലിറ്റിൽ സ്പേസ് എയർ വിൽ കം ഔട്ട് എയർ ഈസ് മോർ ലൂസ് than the water, so air will come out and water will get into the glass and the paper will get better. You can do this experiment at home today. ഇത് ചെയ്യണം കേട്ടോ നാളത്തെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കും ഓക്കെ അത് നമ്മൾ ഞാൻ നോക്കട്ടെ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം ഐ തിങ്ക് ടുമോറോ വിച്ച് പീരീഡ് ഈസ് സയൻസ് നാളെ എത്രാമത്തെ ഉച്ച കഴിഞ്ഞു പറ്റാൻ തോന്നുന്നു അല്ലേ ഞാൻ ഓർത്തെങ്കിൽ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നോക്കാം എന്നിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള കേസേ ഉള്ളൂ ഇത് ഓക്കെ so that means every material need a space to occupy എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ വേണ്ട സ്ഥലം ആവശ്യമാണ് next another thing every material has its own weight maybe very less or very high difference will be there but every material maybe air also air water or liquid or solid anything എന്തും ആയിക്കോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ട് എല്ലാ വസ്തുക്കൾക്കും ഡിഫറൻസ് ഉണ്ട് എന്റെ വെയിറ്റ് അല്ല നിങ്ങളുടെ വെയിറ്റ് അല്ലേ നിങ്ങൾ തന്നെ എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടായിരിക്കും ഐ ടോൾഡ് യു ബൈ സെപ്റ്റംബർ ഓർ ഒക്ടോബർ യു ഹാവ് ടു ബിക്കം ഹൗ മെനി kgs ജസ്റ്റ് സർ ഞാൻ എത്ര kg ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് 35 പറഞ്ഞല്ലേ 25 not 40 ആയാ okay what about you Joel what's your weight do you have weighing machine at home no have you weighed your weight at any time by the end of this month you have to become 40 kg okay today is 14th only 16 more days left for you and Jeeva ജീവ സ്റ്റക്ക പിന്നെ ജീവയുടെ വെയിറ്റും അറിയില്ല ഹെവൻ വാട്ട് അബൌട്ട് യു ഡോണ വാട്ട് അബൌട്ട് യു ആതിര how much is your weight 36 4 more kg 16 more days ഇവിടെ വെയിറ്റ് ഇല്ല okay adira 4 more kgs and 16 more days left for you then what about you Juvana മിസ് ഇവിടെ വെയിറ്റ് ഇല്ല okay എന്താ പറയോ what is your weight ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കുറച്ചു how much is now what is your weight now 1 minute miss 35 why did you lose your weight I just reached 45 then I take did your doctor advise you to reduce your weight yes but 35 means 10 kg you reduced it is too not good should have balanced 45 no then 5 kg if you reduce it would have been okay okay what about you Ashwin what's your weight Ashwin എത്ര മോന്റെ വെയിറ്റ് ഇപ്പം അറിയാമോ മോൻ എത്ര kg ഉണ്ടെന്ന് അറിയാമോ അശ്വിനെ 45 ഒന്നുമില്ല എന്റെ അശ്വിനെ നീ ചുമ്മാ പറയണ്ട എവിടുന്ന് സ്കൂളിൽ നിന്നാ maybe 35 or 36 not 45 and all okay what about you Nijad can you hear me
നിജാദ് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നിജാദ് പറയുന്നതും കേൾക്കുന്നില്ല. എനിവേ ഓക്കെ ഓക്കെ. എല്ലാം നമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാല് മേ ബി ബിഗ് ഓർ സ്മോൾ എന്തും ആയിക്കോട്ടെ, പക്ഷെ എവറി മെറ്റീരിയൽ ഹാസ് ഇറ്റ്സ് വെയിറ്റ്, മാസ്. അതിന് മാസ് ഉണ്ട്. മാസ് പറയുമ്പോൾ ഇവിടെ വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കും എയറിന് വെയിറ്റ് ഇല്ല എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു, യു ടേക്ക് എ ബലൂണിന്റെ വെയിറ്റ് നോക്കുക. ടേക്ക് എ ബലൂണ്, അതിന്റെ വെയിറ്റ് നോക്കുക. നമുക്കറിയാം, നിങ്ങൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ വെയിങ് മെഷീൻ ആണ് ഇപ്പൊ ഷോപ്പിലൊക്കെ ഉള്ളത്, അല്ലേ? ഏർലിയർ ബാലൻസ് വസ്തർ, ഒരു ബാലൻസർ ഉണ്ടായിരുന്നു നേരത്തെ കടയിലൊക്കെ. ത്രാസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, വെയിങ് ബാലൻസ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ അതൊന്നും അങ്ങനെ കാണുന്നില്ല. രണ്ട് തട്ടിങ്ങനെ, എന്നിട്ട് അതിന്റെ ഒരു സാധനം, ഒരു സൂചി പോലെ നടുക്കൊരു സാധനം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സാധനത്തിൽ വെയിങ് 1 kg 3 kg ഒക്കെ ഒരു വെയിങ് സ്റ്റോൺ വെക്കും. അതിനനുസരിച്ച് ഇപ്പുറത്തെ നമ്മുടെ സാധനത്തില് വെയിറ്റ് വരുന്ന അങ്ങനത്തെ ഒരു സാധനം പണ്ടുണ്ടായിരുന്നു. ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾ. Nowadays it is not seen in shops and all. Instead of that, now we can see that electrical weighing machines. അത് കറക്റ്റ് എത്ര മില്ലി ഉണ്ടെന്ന് വരെയും കൂടെ കാണിച്ചു തരും, ക്ലിയർ ആയിട്ട്. ഇലക്ട്രിക്കൽ. ഈ ജോയലിന്റെ അവിടെ ആരോ സംസാരിക്കാനുണ്ടല്ലോ. ജോയലെ, ഹൂ ഇസ് there, my dear? Is that your brother or sister there to play with you or to talk with you? Joel, please unmute, my dear. ചേച്ചിയോട് പറഞ്ഞേരെ. What is her name? What is your sister's name? അലീന. അലീനോട് പറഞ്ഞേരെ, ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ ഒരു ചൂറിലുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. ഓടിക്കോളം പറയപ്പല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടകളിലൊക്കെ. നിങ്ങൾ സാധനം മേടിക്കാനൊക്കെ എന്തായാലും കട ഷോപ്പിലൊക്കെ പോയിട്ടുണ്ട്, അല്ലേ? ഓക്കെ. അപ്പൊ കടയിലൊക്കെ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ ആ സാധനത്തെ അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു സാധനം, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു ബലൂൺ വെക്കുക. ബലൂൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെരി വെയ്റ്റ്ലെസ് തിങ്, വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ സാധനം നമ്മൾ വെച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ശ്രദ്ധിക്കുക, എത്രയുണ്ടെന്ന് നോട്ട് ചെയ്യുക. ദെൻ യു ഫിൽ ഇറ്റ് with air, blow full air in that. It will become this much bigger, but it will not be much heavy. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അത് ബലൂണിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ കനമൊന്നും നമുക്ക് തോന്നില്ല. ബലൂൺ എടുക്കാൻ വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു ലിഫ്റ്റ് ഇറ്റ്, isn't it? It doesn't look very heavy, but then you keep that blown balloon into that weight balance. You can see the difference. Did you understand what I said? നമ്മൾ സാധാരണ ഒരു ബലൂണ് ഒരു വെയിങ് ബാലൻസിൽ വെച്ചിട്ട് അതിന്റെ വെയിറ്റ് നോക്കുക. അതിനുശേഷം അതിൽ വായു നിറച്ച്, അതായത് വീർപ്പിച്ച ബലൂൺ വെക്കുക, സെയിം ബലൂണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം കുറച്ച് ഇൻക്രിമെന്റ് ഈസ് ദർ, കുറച്ച് ഇൻക്രീസ് ആയിട്ടുള്ള ബലൂണിന്റെ അതിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എയർ ഓൾസോ ഇസ് ഹാവിങ് വെയിറ്റ്. അണ്ടർസ്റ്റാൻഡ്? ഇനി അനദർ തിങ്, വാട്ടർ ഓൾസോ ഇസ് ഹാവിങ് വെയിറ്റ്. വാട്ടറിന് വെയിറ്റ് ഇല്ലേ? യെസ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ നിങ്ങൾ പിന്നെ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ബാഗിനകത്ത് വെച്ചുകൊണ്ടുവരും. ഹൗ വെയിറ്റ് ഇറ്റ് ഈസ്, isn't it? നിങ്ങളുടെ ബുക്കിനേക്കാളും വെയിറ്റ് ഉണ്ട് ഒരു വലിയ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ബൈ ഈവനിങ് ഇറ്റ് വിൽ ബി emptied mostly. You may be drank or എനിവേ എന്തായാലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കുടിച്ച് തീർത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള വെള്ളം നിങ്ങൾ മറിച്ച് കളയും. Anyway, when you were in small classes, small children, what they will do, they won't throw the remaining water. They will take it home. I used to ask some children, did your mummy tell to take it back home? ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ചെറിയ കുട്ടികൾ ആ വെള്ളം കുടിച്ച് തീർന്നില്ലെങ്കിൽ ആ തീരാത്ത വെള്ളവും വീട്ടിലോട്ട് കൊണ്ടുപോകും. ഞാൻ ചോദിച്ചിട്ടുണ്ട് പല കുട്ടികളും, മമ്മി ഇത് തിരിച്ചു കൊണ്ടുവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. കാരണം തിരിച്ചു കൊണ്ടുപോകും, അല്ലെ? പക്ഷെ നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതും കൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല, ഇതും കൂടെ ചുമക്കണല്ലോ എന്ന് കരുതി. What you people do, you will just throw it outside and then you will take the empty bottle, and you can feel that your bag is weightless compared to morning bag. സെയിം അത്രയും ബുക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആയപ്പം വെയിറ്റ് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്, കുറെ വെള്ളത്തിന്റെ എമൗണ്ട് കുറഞ്ഞു. ആ വെള്ളത്തിന്റെ എമൗണ്ട് മാറിയപ്പോൾ തന്നെ വെയിറ്റിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, അല്ലേ? ഓക്കെ. ഇനി സോളിഡ് തിങ്സ് ഓൾസോ ഹാസ് വെയിറ്റ്. എല്ലാ സോളിഡ് തിങ്സിനും വെയിറ്റും ഉണ്ട്. സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കും വെയിറ്റ് ഉണ്ട്, ലിക്വിഡിനുണ്ട്, ആൻഡ് ഗ്യാസസ് ഓൾസോ. സോ ഓൾ മെറ്റീരിയൽസ് നീഡ് സ്പേസ് ആൻഡ്
all materials have a mass or weight. Okay, this is the two common factor for all materials around us. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും കോമൺ ആയിട്ടുള്ള രണ്ട് കാര്യമാണ്. So all other things are different, but two things are common. That is, all things need a space to occupy, and all things have weight. Okay. You occupy more space than this book, and നമുക്കറിയാം സ്പേസിന്റെ അളവ് അത് ഡിഫറെന്റ് ആയിരിക്കും. സ്മോൾ തിങ്സ് നീഡ് ലെസ് സ്പേസ്, ബട്ട് ബിഗ് തിങ്സ് നീഡ് മോർ സ്പേസ്. നിങ്ങൾക്കറിയാം, when you were small child, maybe if there is any baby in your house or yourself, you can think, when you were 1 year or 2 years, you had a small chair. Do you remember that chair, or do you keep it at home still? Small chair which you were using when you were a small child? Or if you have a small baby at home, means your younger brother or sister, when they are 1 or 2 years old, they used a small chair. ആരും മിണ്ടുന്നില്ല. ജോയില് ബേബി ആയിരുന്നപ്പം ഇതുപോലത്തെ വലിയ ചെയർ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നേ. മോനെ, ആ വലിയ ചെയറിലായിരുന്നു മമ്മി ഇരുത്തിക്കൊണ്ടിരുന്നേ? No. Then ചെറിയ കസേര ഉണ്ടായിരുന്നു. Small chair. Is there now at home, or have you broken it? No, you broken it. Goodbye. Okay. ഓക്കെ, ചില കുട്ടികളുടെ വീട്ടിൽ അവർ സൂക്ഷിച്ചു വെക്കും. അവർ വലുതായെങ്കിൽ അവർ ചെറുപ്പത്തിൽ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പോലും അവർ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ആൻഡ് ജീവിക്ക് ജീവൻ വന്നെന്ന് തോന്നുന്നു. അനങ്ങുന്നുണ്ടല്ലോ ജീവൻ. ജീവ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ജീവ? ജീവ എപ്പോഴും സ്റ്റക്കായിട്ടിരിക്കുന്ന എന്താ? റേഞ്ചിന്റെ പ്രശ്നമാണോ, അത് സ്റ്റക്കാക്കി വെക്കുന്നതാണോ ജീവ? ജീവ, പ്ലീസ് ക്യാൻ യു അൺമ്യൂട്ട്? ജീവൻ, ഞാൻ പറയുന്ന സ്റ്റക്കായി പോകുന്നാണോ, ആകുന്നാണോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ അവിടെ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നൊക്കെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇനി ഹെവൻ അവിടെ ചിരിച്ചോണ്ടിരിക്കുക. ഹെവൻ അവിടെ സ്റ്റക്കാന്ന് തോന്നുന്നു. ചില സമയത്ത് ഹെവനൊക്കെ ജീവൻ വെക്കുള്ളൂ. അശ്വിന് ഇങ്ങനെയുള്ള ടീമുണ്ട്. ഉണ്ടാ? ഓക്കെ, ഹെവൻ. കഷ്ടം, നിന്റെ അമ്മേനെ ഒന്ന് കാണട്ടെ മോനെ ഞാനിനി. നീ ചെറിയ ബേബി ആയിരുന്നപ്പോ നിനക്ക് ചെറിയ കസേര പോലും വാങ്ങി തന്നിട്ടില്ല. ആൻഡ് വാട്ട് അബൌട്ട് യുവർ സിസ്റ്റർ? ആൻഡ് no. Heaven, where are you sitting on big chair when you were small child? Oh, what about your sisters? That you were sitting on big chairs. Have a younger sister, isn't it, Hannah? She also doesn't have that means your mommy didn't buy small chairs at home. Okay, so let me see her when she comes to school. I will ask her. Okay, what a cruel mother she was. Okay, and almost all children, സാധാരണ എല്ലാ മക്കൾക്കും കുഞ്ഞു മക്കൾക്ക് ചെറിയ ചെയർ ഇരിക്കാൻ വാങ്ങി കൊടുക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇരിക്കാൻ തുടങ്ങുന്ന ആ പ്രായത്തില് കുഞ്ഞുങ്ങൾക്ക് വലിയ ചെയർ, അതായത് ഇപ്പൊ എൽഡേഴ്സ് ഇരിക്കുന്ന ചെയറിൽ കുറെ എംപ്റ്റി സ്പേസ് ഉണ്ടാകും. അവര് കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അവർ വീഴാനൊക്കെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ചെറിയ സാധനങ്ങൾ. ആൻഡ് ഇപ്പൊ ആരുടെയെങ്കിലും വീട്ടിൽ ചെറിയ ചെയർ ഉണ്ടോ? ഈ ജോയിലൊക്കെ ചെറിയ കുഞ്ഞായിരുന്നപ്പോ ജോയിലിന്റെ പൊട്ടിച്ചു കളഞ്ഞെന്നല്ല പറഞ്ഞ്. ജസ്റ്റിസിന്റെ വീട്ടിൽ സ്മോൾ ചെയർ ഉണ്ടോ? ചെയർ വിച്ച് യു വെർ യൂസിങ് വെൻ യു ആർ എ സ്മോൾ ചൈൽഡ്? No. Jiva, do you have? Okay, Juvana is having. Jiva, do you have? I think Jiva is having younger brother, no? Yes. Okay. Okay. Your younger brother is using a small chair. Am I correct? No. Your mommy also didn't buy small chair for your brother. Oh, these mothers I can't. Heaven's mother also didn't buy, and Jiva's mother also didn't buy. Okay. What about you, Justice? എന്റെ പഴയ ഊഞ്ഞാൽ ഇവിടെ എപ്പോഴും കിടപ്പുണ്ട്. What about the chair? കസേരയില്ല, ഊഞ്ഞാലിരിച്ചായിരുന്നു. Adira, do you have? ഉണ്ടോ? ഒരു ചെറിയ സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചു. ഗുഡ് ഗേൾ. വെരി. ഒരു കുഞ്ഞു ബൈക്ക് ഉണ്ടായിരുന്നു, ചെറിയ ബൈക്ക്, കാലിട്ട് ചോട്ടണ.
കൈയിട്ട് തിരിച്ചിട്ട് കാലിട്ട് ചവിട്ടാൻ വയ്ക്കണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചളഞ്ഞു. ഇനി വല്ല പൊട്ടിക്കാത്ത ഏതെങ്കിലും ഇളയമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, ചാകാത്ത എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. കസാരയുണ്ട്. എന്റെ ഉണ്ടായിരുന്നു സൈക്കിൾ. എന്റെ അനിയന് പൊട്ടിച്ചളഞ്ഞു. കാലിന് നടുക്കൂടെ കീറി. ഞാൻ തന്നെ മുട്ടിച്ചളഞ്ഞു. എന്റെ ഒരു സാധനം ഉണ്ട് പക്ഷേ ആ ഊഞ്ഞാലുണ്ട്. ഓക്കെ, ഊഞ്ഞാലുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഓക്കെ. ഇപ്പൊ ഇവിടെ ആകെ എവറിത്തിങ് ഈസ് ഡെഡ് ബട്ട് ഓൺലി ഹിസ് സ്വിംഗ് ഈസ് എലൈവ് ഐ തിങ്ക്. ജീവനോടെ ഉണ്ടല്ലേ? ഓക്കെ, ജസ്റ്റ് സേ ആ സ്മോൾ സ്വിങ്ങില് നല്ലൊരു കയറൊക്കെ കെട്ടിട്ട് ഇപ്പം ജസ്റ്റിസിന് കയറി ഇരുന്ന് ആടാൻ പറ്റുമോ? ഇല്ല സാർ, പൊട്ടിപ്പോയി ചിലപ്പോ. പൊട്ടിപ്പോയെന്നാണോ പൊട്ടിപ്പോകൂന്നാണോ പറഞ്ഞേ? പോകും. ഓക്കെ. ആൻഡ് ജുവാന, യു ടോൾഡ് ചെയർ ഈസ് there. അത് മിസ്സേ കടയിൽ നിന്ന് മേടിക്കുന്ന കൂട്ടാ, കയറും കൊടുത്ത. അതെ. ജുവാന, ഡു യു ഹാവ് small chair at home? Yes, which you were using in your childhood. Yes. And now can you use that? No. What happened? Why? It is too small. That means ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ്, ഈ കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചോദിച്ചോട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒരു ജോക്കാണ്, തമാശ മാത്രമാണ് കേട്ടോ. അല്ലാതെ അമ്മമാരും ദുഷ്ടന്മാരും ദുഷ്ടത്തിമാരും ഒന്നും ആയിട്ടല്ല, ഞാൻ ടീച്ചർ ചുമ്മാ തമാശ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ, നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നത് കൊണ്ട് സ്മോൾ തിങ്സ് മതി. സ്മോൾ ചെയർ, സ്മോൾ സ്വിങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ചെറിയ ചെറിയ സാധനങ്ങൾ മതി. ഈവൻ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് തരാൻ, ചെറിയ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, പാല് തരാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ്, ചെറിയ സ്മോൾ ഗ്ലാസ് ടൈപ്പ് തിങ്സ് എന്തെങ്കിലും മമ്മീസ് യൂസ്ഡ് അല്ലെ? ചെറിയ ഗ്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തന്നോണ്ടിരുന്നത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചായ കുടിക്കുന്നൊക്കെ അതിലാണോ? അല്ല, ഇപ്പൊ നിങ്ങൾ അതിലൊരു 3 തവണ കുടിക്കേണ്ടി വരും അല്ലെ, അത്തരം ഗ്ലാസ്സിലാണെങ്കിൽ. ഓക്കെ. എന്താന്ന് വെച്ചാല് സ്മോൾ ചിൽഡ്രൻ നീഡ് ദാറ്റ് മച്ച് സ്മോൾ തിങ്സ് ഓൺലി, ബട്ട് ആസ് വി ഗ്രോ ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ് ഫോർ അസ്. നമുക്കത് തികയത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇരുന്ന ചെറിയ കസാരകള് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ജീവയ്ക്കും ഹെവനും ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞായിരിക്കും. നിങ്ങൾ നല്ല നല്ല കുട്ടികളല്ലേ, അത് കാരണം വേഗം പൊട്ടിച്ചിട്ടുണ്ടാവും. എനിവേ, പിന്നെ ഈ കസാരയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം ബിക്കോസ് യു ഹാവ് ഗ്രോൺ അപ്പ് നൗ ആൻഡ് ദാറ്റ് ചെയർസ് ആർ ടു സ്മോൾ ഫോർ യു. യു നീഡ് മോർ സ്പേസ് ടു സിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പേസ് വേണം ഇരിക്കാന് അല്ലെ? ഇപ്പൊ ഊഞ്ഞാലിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് കൂടി, അപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് അതിൽ തികയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ഫോർ us. So whatever may be, it may be big or small thing, all things need a space to occupy. And നമുക്കിപ്പം പറയാം, നിങ്ങൾ ഇനി another thing, അയൺ പീസ്. ഇറ്റ് ഹാസ് മോർ വെയിറ്റ്. അയൺ പീസിന് മോർ വെയിറ്റ്, കൂടുതൽ വെയിറ്റ് ഉണ്ട് അയൺ പീസിന്. പക്ഷേ നമുക്കറിയാം കോട്ടൺ ഹാസ് വെരി ലെസ് വെയിറ്റ്. പഞ്ഞിക്ക് എന്തോരം വെയിറ്റ് ഉണ്ട് മക്കളെ? വെരി ലെസ് ഉള്ളി. പക്ഷെ വെയിറ്റ് കൂടുതൽ ഏതാണ്? അയൺ പീസ്. ബട്ട് അയൺ പീസ് നീഡ് വെരി ലെസ് സ്പേസ് ടു ബിക്കോസ് ഇറ്റ് ഹാസ് മോർ വെയിറ്റ്. അതിന് കുറച്ച് വെയിറ്റ്, ഭാരം കൂടുതലായിട്ട് തോന്നുന്നത് കൊണ്ട് അതിനെന്ത് കുറച്ച് സ്ഥലം മതി. നമുക്കറിയാം, ഒരു ഇത്ര ഉള്ളൊരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അത് 1 കിലോ ഉണ്ടെന്ന്, 1 കിലോ ഇത്രയും സ്ഥലം മതിയാകും. പക്ഷെ 1 കിലോ പഞ്ഞി എന്ന് പറയുമ്പോൾ ഇത്രയും വരും, കുറേ വലുതാണ് അല്ലേ? അപ്പം എന്തിന് ആവശ്യമാണ്? മോർ സ്പേസ് നീഡ് ഫോർ ദാറ്റ്. ബട്ട് എനിവേ, മോർ ഓർ ലെസ് ഇറ്റ് മേ ബി, all things need space to occupy and all things need ഇത്തിരി പഞ്ഞി എടുത്തോളെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബലൂണിന്റെ പോലെ പറഞ്ഞ പോലെ വെയിറ്റ്ലെസ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. All materials have mass. Amount of matter in an object is known as its mass. It can be measured by using a balance. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രാസ്, വെയിറ്റ് നോക്കുന്ന സാധനം. അത് വെച്ച് നമുക്ക് നോക്കിയാൽ അറിയാം. എല്ലാത്തിനും സ്ഥലവും ആവശ്യമാണ്, വെയിറ്റും ഉണ്ട്, അതിന് മാസവും ഉണ്ട്. ഇനി വാട്ട് ഇസ് എ മാറ്റർ? We have seen that all materials occupy space and have mass. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പെരിമെന്റ് ഒന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും. എല്ലാ സാധനങ്ങൾക്കും, അതായത് എയറിന് പോലും സ്പേസ് ആവശ്യമാണെന്നുള്ള തെളിയിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഗ്ലാസ് അതിനകത്ത് നേരെ കമത്തുക. ഈ ചെരിച്ച് കമത്തിയാൽ എന്താ സംഭവിക്കുന്നേ? അതിനകത്തുനിന്ന് എയർ പുറത്തോട്ട് പോയിട്ട് വാട്ടർ വിൽ ഗോ ഇൻസൈഡ്. സോ ഇഫ് ദ എയർ കംസ് ഔട്ട് ഓൺലി വാട്ടർ ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ഗ്ലാസ്. Now another example, if you fill your water bottle from a bucket,
you can hear some sound and you can see bubbles coming out. കണ്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങള്? അതായത് നിങ്ങളൊരു കുപ്പി ബക്കറ്റിൽ വെള്ളത്തിലിട്ടിട്ട് ആ കുപ്പി നിറയ്ക്കുവാണെങ്കിൽ എന്താ കാണുന്നത് നിങ്ങൾക്ക്? You can hear a sound, blah, 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 blah sound, and you can see the bubbles coming out. കുമിളകൾ പുറത്തേക്ക് വരുന്ന കാണാം. What does it mean? What does it mean? അശ്വിന് സ്റ്റക്ക. അശ്വിന് ജോയിൽ അല്ല, അവിടെ നിൽക്കുക. ആൻഡ് ജസ്റ്റസ് ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുമ്പം എന്തുകൊണ്ട് കോമള പുറത്തോട്ട് വരുന്നു, സൗണ്ടും വരുന്നു? അത് ആ കുപ്പിക്കകത്ത് എയർ ഉണ്ടാവും. വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പോൾ എയർ പുറത്തോട്ട് വരികയും വെള്ളം ഇതിലോട്ട് കയറുകയും ചെയ്യും. If the air comes out of the bottle only, water can enter into the bottle. So when the air comes out, it comes in the form of bubbles and we can hear the sound and water will go inside that. അത് കാലിയായിട്ടിരിക്കത്തില്ല, ഒരിക്കലും കാലിയായിട്ടിരിക്കില്ല. അപ്പൊ ആ എയറിങ് വരുമ്പോഴേക്കും വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് അല്ലെ? ഓക്കെ. So we have seen that all materials occupy space and have mass. All of them are made up of matter. Anything that occupies space and has mass is a matter. Matter എന്ന് പറഞ്ഞാൽ എന്താണ്? Matter means a thing which needs space and which has mass, or which needs space to occupy and which has weight is known as a matter. ഭാരമുള്ളതും അതായത് വെയിറ്റ് ഉള്ളതും അതുപോലെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? മാറ്റർ. ഫോർ എക്സാമ്പിൾ യുവർ പെൻ, ബുക്ക്, യുവർ ഹാൻഡ്, യുവർ ബോൺസ്, യുവർ ഫ്ലഷ് ആൻഡ് ജ്യൂസ്, വാട്ടർ, മിൽക്ക്, എയർ, ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. കാരണം അതിന് സ്പേസ് ആവശ്യമാണ്, സ്ഥലം ആവശ്യമാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. മേ ബി മോർ ഓർ ലെസ് വെയിറ്റ് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അതിന് വെയിറ്റും അതുപോലെ തന്നെ അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുന്നതാണ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി മാറ്റർ അല്ലാത്ത, സ്ഥിതി ചെയ്യാൻ ആവശ്യമില്ല, സ്ഥലം ആവശ്യമില്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളുണ്ട്. ക്യാൻ യു ടെൽ എനിത്തിങ്? യുവർ ഫീലിങ്സ്. Air. Air is in the atmosphere. No, air needs space and air has weight. So air is a material, matter. But our feelings may be happy or sad or angry, whatever it may be. It is not a matter. അതിന് സ്ഥലം ആവശ്യമുണ്ടോ? സങ്കടം വന്നു, സങ്കടം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ഓർ ഹാപ്പി, സന്തോഷം വന്നു, ദാറ്റ് മേ ബി ദാറ്റ് ഈസ് ഓൾസോ എ എന്താ പറയണ്ടേ ഫീലിംഗ്. Does it need any space? No. Has it any weight? No. It is not a material. നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഓർ ഹാപ്പിനെസ് ഓർ സാഡ്നെസ് ഓർ ഫീലിംഗ് ആംഗ്രി ഓർ സിമ്പതി, അതൊന്നും ഒരു മെറ്റീരിയൽ അല്ല, മാറ്റർ അല്ലത്. ബിക്കോസ് ഇറ്റ് ഡസന്റ് നീഡ് എനി സ്പേസ്, അതിനൊരു സ്ഥലം ആവശ്യമില്ല. ഓക്കെ. The bones and flesh of your body, the clothes you wear, the food you eat, and water you drink, and the air you breathe are all material because they all need space. They all have weight. Our cloth, ഇതിന് കുറച്ച് വെയിറ്റേ ഉള്ളൂ, but it has weight. But our body, നമ്മുടെ ബോഡിക്ക് വെയിറ്റ് ഉണ്ട്, നമ്മുടെ ഫിംഗറിന് വെയിറ്റ് ഉണ്ട്, നമ്മുടെ ബോൺസിന് വെയിറ്റ് ഉണ്ട്, നമ്മുടെ ടീത്തിന് വെയിറ്റ് ഉണ്ട്, ഈവൻ ദിസ് സ്പെക്സ് ഹാസ് വെയിറ്റ്. ഞാൻ പറഞ്ഞു എല്ലാത്തിനും വെയിറ്റ് ഉണ്ട്, വെയിറ്റും ഉണ്ട്, അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ബട്ട് what is not matter? Feelings of love or sadness do not occupy space and do not have any mass. Happiness, sadness, angry, sympathy, ഇതൊക്കെ ഇതിന് നമുക്ക് ഒരാളോട് ഒരു you love your mother, you love your father, you love your brothers and sisters, you love your friends, neighbors, relatives, isn't it? അതൊരു ഫീലിങ്സ് ആണ്. അതിന് എന്തെങ്കിലും സ്പേസ് ആവശ്യമുണ്ടോ? അതിന് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടോ? ഇല്ല, അതിന് വെയിറ്റ് ഇല്ല. isn't it? That is not a matter. അതൊരു മാറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ. It does not occupy any space and do not have a mass. They are not matter. Radio or TV sets or cell phones are matter.
നമ്മുടെ ഫോൺ, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, ഇറ്റ് ഈസ് എ മാറ്റർ. ഇറ്റ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വെയിറ്റ്. The TV which you have at home or the computer which you have at home, radio, washing machine, ഇതിനെല്ലാം എന്താണ് ആവശ്യമാണ്? സ്പേസ് ആവശ്യമാണ് അല്ലെ? അതൊരു മാറ്റർ ആണ്. ബട്ട് ഈ മൊബൈൽ ഫോണിൽ വരുന്ന സിഗ്നൽസ്, അതിനെന്തെങ്കിലും സ്പേസ് ആവശ്യമുണ്ടോ? വെയിറ്റ് ഉണ്ടോ അതിന്? നോ. ആ സിഗ്നലിന്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന നെറ്റിന്റെ അതിന് സിഗ്നൽ നിങ്ങൾ കാണുന്നുണ്ടോ? അതിനെന്തെങ്കിലും സ്പേസ് ആവശ്യമാണോ? നോ. It is not a matter. Okay. Can you think of some other things that are not matter? വേറെ എന്തെങ്കിലും മാറ്റർ അല്ലാത്ത നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, അതായത് നമുക്ക് ഡിവോഷൻ മീൻസ് വാട്ട്? You may be Hindu or Christian or Muslim, whatever may be. You have a God to pray, isn't it? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ട് അല്ലെ? അവരോടുള്ള ഭക്തി, അതൊരു ഫീലിംഗ് ആണ്. വോയിസ് മെറ്റീരിയൽ എന്ന് പറയാൻ വോയിസ്, ഓക്കെ, വോയിസിന് സ്ഥലം ആവശ്യമില്ല. ഓക്കെ, നമ്മളുടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടുള്ള ഭക്തി, നമ്മുടെ ഡിവോഷൻ, അത് മേ ബി എന്താ പറയുക, ജീസസ് ഓർ അള്ളാഹു ഓർ കൃഷ്ണൻ ഓർ രാമ ഓർ ഏത് ഗോഡ് ആയിക്കോട്ടെ, നമുക്കൊരു ഭക്തി ഉണ്ടാകും അവരോട് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറ്റ് ഡസന്റ് നീഡ് എനി സ്പേസ്, ഇറ്റ് ഹാസ് നോ വെയിറ്റ്, and those things are not matters. Other things which all have weight or mass and need a space to occupy are known as materials. എന്താ നിജാദെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ? നിജാദിൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ. What is matter made up of? A piece of iron is matter. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. A piece of iron is a matter. ഒരു കഷ്ണം അയൺ എന്ന് പറയുന്ന ഒരു മാറ്റർ ആണ്. അതിന് വെയിറ്റ് ഉണ്ട്, അതിന് സ്ഥലം ആവശ്യമാണ്. ബട്ട് ഇഫ് യു ബ്രേക്ക് ദാറ്റ് ഇൻടു സ്മോൾ പീസ്, ഇറ്റ് വിൽ ബിക്കം 2. Again, still it need a space. Again we'll make into small pieces. അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി ലാസ്റ്റ്, എനിവേ ഇതിന്റെ ലാസ്റ്റ് എൻഡ്, ഇനി നമുക്ക് സ്മോൾ പീസ് ആക്കാൻ പറ്റാത്ത അത്രയും സ്മോൾ വൺ that we cannot see with our own eyes, need a very high power microscope to see. High power microscope to see. അത്രയും വളരെ ചെറുതായിട്ട് നമ്മൾ ആക്കണം. അത്രയും ചെറുതാക്കി കഴിയുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആറ്റം. ആറ്റം എന്ന്. അപ്പം ഏറ്റവും ചെറുത്, വി കനോട്ട് സീ ആറ്റം വിത്ത് അവർ നേക്കഡ് ഐസ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട്, ഈവൻ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ടാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ സാധാരണ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല. വി നീഡ് ഹൈ പവർ മൈക്രോസ്കോപ്പ് ടു സീ ദ ആറ്റംസ്. ഓരോ സാധനം നമ്മൾ പൊടിച്ച് ഏറ്റവും സ്മോളസ്റ്റ് പീസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇനി നമുക്ക് പീസാക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണും കൊണ്ട് കാണാൻ പറ്റുന്നതല്ല കേട്ടോ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. ഏറ്റവും അതിനേക്കാൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്, ഹൈ പവർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ആക്കി സ്മോളസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റം എന്ന് പറയുന്നത്. But this must end somewhere. It should be possible to get the smallest piece of iron that cannot be broken any further. John Dalton, a scientist of the 19th century, named the smallest piece of iron the iron atom. So ഇതിനെ നേരത്തെ പണ്ടുള്ള സയന്റിസ്റ്റിനൊന്നും ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ അറിയത്തില്ലായിരുന്നു. പക്ഷേ a scientist who lived in the 19th century, named scientist name is John Dalton, made with using very high power microscope. He found that last smallest piece of iron, and he named that as atom. അതിന് എന്താ പേര് പറഞ്ഞേ? ആറ്റം എന്ന് പേര് കൊടുത്തു. ആര്? ജോൺ ഡാൾട്ടൺ, എ സയന്റിസ്റ്റ് who lived in the 19th century. And those atom again cannot break into small. പിന്നെ അത് ചെറുതാക്കാൻ പറ്റില്ല. അത്രയും ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള മൈന്യൂട്ട്, അതായത് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിന് ജോൺ ഡാൾട്ടൺ പേര് കൊടുത്തു, എന്താണ്? ആറ്റം എന്ന്. ദ സ്മോളസ്റ്റ് പീസ് ഓഫ് ഗോൾഡ് ഈസ് നോൺ as golden atom. If it is iron,
അയൺസ് ആറ്റം ഈസ് നോൺ ആസ് അയൺ ആറ്റം. അങ്ങനെ ഓരോ വസ്തുവിന്റെയും ഏറ്റവും സ്മോളസ്റ്റ് പീസിനാണ് നമ്മൾ അതിന്റെ ആറ്റം, അതിന്റെ പേര് ചേർത്ത് പറയും. പക്ഷെ എല്ലാത്തിനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വാട്ടറിന്റെ ആറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വാട്ടർ ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 മോളിക്യൂൾസ്, 2 മോളിക്യൂൾസ്, തന്മാത്രകൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. Atoms are so small that they cannot be seen even by the most powerful microscope. Approximately 40 lakh golden atoms placed end to end form a line only 1 millimeter long. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതായത് ഒരു ഗോൾഡിന്റെ 40 ലാക്ക് 40 ലക്ഷം ആറ്റങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചാലാണ് 1 മില്ലിമീറ്റർ. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ. സെന്റിമീറ്റർ അറിയാവല്ലോ. Do you have scale at home? Yes. Okay. In that scale, okay, just as is have a scale. After the class is going to wind up, only 5 more minutes left out. After the class is wind up, you take a scale, and in scale you can see centimeters and millimeters. ഓരോ സെന്റിമീറ്ററും നിങ്ങൾ സ്കെയില് ജസ്റ്റസിന്റെ സ്കെയിലുള്ള സ്കെയിൽ ഒന്ന് നോക്കിക്കേ. ഓക്കെ, എനിക്ക് ഇവിടുന്ന് സ്കെയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് യു ക്യാൻ സീ. പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാം. Then how many centimeters are there in that scale? എത്ര സെന്റിമീറ്റർ ആണ് മോന്റെ സ്കെയിലുള്ള സ്കെയില്? 15. ഓക്കെ, ഈ 15 നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലെ? 1 2 3 എഴുതിയിട്ട് ഇല്ലേ? നിന്റെ സ്കെയിലുള്ള സ്കെയിലിൽ നോക്ക് മോനെ. 1 to 15 നമ്പർ ടെസ്റ്റിലല്ല, നിന്റെ കയ്യിലുള്ള സ്കെയിലിൽ നോക്ക്, ടെസ്റ്റിലില്ല. ഓക്കെ, 1 to 15 എഴുതിയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ അവിടുന്ന് കാണിച്ചാൽ കാണൂല. എന്താ വെച്ചാൽ എന്റെ കണ്ണിന്റെ എന്താ പറയണ്ടേ, മൈക്രോസ്കോപ്പ് വേണം ഇപ്പൊ നിങ്ങളുടെ സ്കെയിലുള്ള കാണണമെങ്കിൽ. കാരണം നമുക്ക് സ്ക്രീൻ അത്രയും ചെറുതല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? 15 centimeters you said. ഓക്കെ, 1 to 15 number is written, isn't it, on your scale? Okay, from 1 to 2 you can see 5 lines there. ആ സ്കെയിലില് 1 മുതൽ 1 എഴുതിയ 1 2ന്റെ ഇടയ്ക്ക് 5 സ്മോൾ ലൈൻസ് കാണുന്നുണ്ടോ നിങ്ങള്? അത് 5 മില്ലിമീറ്റർ ആണ്. ഓരോ ലൈനും ഓരോ മില്ലിമീറ്റർ ആണ്. അപ്പൊ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് നോക്കിക്കേ. ചെറിയൊരു ദൂരമേ ഉള്ളൂ അല്ലെ? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തേലും ഉണ്ട്? ഈ 1 സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ജസ്റ്റസ് കണ്ടുകൊണ്ട് കാണുന്നുണ്ടോ? ഇവിടെ എന്നെക്കാളും കഷ്ടമായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ കണ്ണൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിച്ച് കണ്ടോ 1 മില്ലിമീറ്ററിന്റെ. അപ്പം ഓരോ സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് കുഞ്ഞു വരെ ഉണ്ടോ നിങ്ങളുടെ ഇതില്? അതെയോ 5 സെന്റിമീറ്റർ ആണ്? അല്ല, 5 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്പർ ഇട്ടേക്കുന്നേ? അതെയായിരിക്കും അല്ലേ? അല്ല, 1 2 3 നമ്പർ തന്നെ ഇട്ടിട്ടുണ്ടോ സ്കെയിലില്? എന്റെ കയ്യിൽ സ്കെയിലില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അല്ലെ? അത്രയും ദൂരം അല്ല. ആ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് നിയർലി 40 lakhs ആറ്റംസ് ചേർന്നാല്, പെറുക്കി ആറ്റംസിനെ പെറുക്കി വെച്ച് കഴിഞ്ഞാൽ 40 ലക്ഷം ആറ്റങ്ങൾ ചേർന്നതാണ് അത്രയും സ്ഥലം. 1 മില്ലിമീറ്റർ, നോട്ട് സെന്റിമീറ്റർ. അപ്പൊ ഒന്ന് ഊഹിച്ചു നോക്കിക്കേ, എത്ര സ്മോൾ ആയിരിക്കും ആറ്റം എന്ന് പറയുന്നത്. കാണാൻ പറ്റുമോ നമുക്ക്? നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കണ്ണട വെച്ച വയസ്സായി എനിക്കും കാണാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണയുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലും കാണാൻ പറ്റില്ല. മോസ്റ്റ് പവർഫുൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ പോലും കാണാൻ വളരെ പാടായിരിക്കും. അത്രയും ചെറുതാണ് ആറ്റം. ഓക്കെ, ഇനി the smallest particle of gold and iron is the atom, but the smallest particle of water is not water atom. നമ്മൾ പറഞ്ഞു ഗോൾഡൻ ആറ്റം, അയൺ ആറ്റം എന്നൊക്കെ. ബട്ട് വാട്ടറിന്റെ ആറ്റം വാട്ടർ ആറ്റം എന്ന് നമ്മൾ പറയത്തില്ല. ഇൻസ്റ്റഡ് this is because water is made up of 2 different kinds of atoms. വാട്ടർ എന്ന് പറയുന്നത് 2 different kinds of atoms ചേർന്നാണ്. ആർക്കെങ്കിലും അറിയാവോ എന്തൊക്കെയാണ് 2 different atoms? എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഇവിടെ നോക്കണ്ട, അറിയാവോന്നല്ലേ ചോദിച്ചുള്ളൂ. പറഞ്ഞോ, കണ്ടുപിടിച്ചു അല്ലെ പുസ്തകത്തിൽ നോക്കിട്ട്? പറഞ്ഞോ. ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്കെ, oxygen atom and hydrogen atom together makes a 1 water atom.
അപ്പൊ നമുക്ക് അതിന് വാട്ടർ ആറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം രണ്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ്. ഇനി അതിൽ തന്നെ 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും, അതായത് H2O എന്നാണ് പറയുന്നത്. H മീൻസ് ഹിയർ ഹൈഡ്രജൻ, H2 2 എച്ചുകൾ ചേരുന്ന 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം ചേർന്നിട്ടാണ് എന്താകുന്നത്, വാട്ടർ ആറ്റം ആകുന്നത്. ഓക്കെ, അതെടുത്തിട്ട് എനിക്ക് വേറൊന്നും കൂടെ തരണേ താഴേന്ന്. ഓക്കെ ഓക്കെ, നമ്മുടെ ടൈം തീരാനായി. 1 മിനിറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഇനി അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ ടൈം തീർന്നു വാട്ടറിനെ കുറിച്ചൊക്കെ. അത് മോളിക്യൂൾസ് ആണ്. ഓക്കെ, ബൈ ദെൻ. കട്ടാകും ഇപ്പം കേട്ടോ, കഴിഞ്ഞ ക്ലാസ് പോലെ ആയിപ്പോ. ബൈ ബൈ ബൈ. ഫുഡൊക്കെ കഴിക്കും കേട്ടോ.